ഹലോ നമസ്കാരം ഉണ്ട് കേട്ടോ. മരിയൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ, ഉഴുന്നുവടയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ എല്ലാവരും വീട്ടിൽ ഉഴുന്നുവട ഉണ്ടാക്കാറുണ്ട്. ചായക്ക് ഉഴുന്നുവട, പരിപ്പ് വട, ബജി, പഴംപൊരി അതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് കറക്റ്റായിട്ട് വരത്തില്ല, ഷേപ്പിൽ വരത്തില്ല, ടേസ്റ്റി ആവുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണാം, ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുവട ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടിയത് ഉഴുന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉഴുന്നെടുത്തിട്ട്, ഇപ്പോൾ കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് ഉഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന് ശേഷം നന്നായി കഴുകി സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ്. ഉഴുന്ന് വെള്ളത്തിലിടുമ്പോൾ എങ്ങനെയായാലും ഒരു 4-5 മണിക്കൂർ നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് അതിൻ്റെ ഒരു കണക്കാണ്. ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിടുക എന്നുള്ളത് എൻ്റെ ഒരു കണക്കാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ സമയത്താണ് ഉഴുന്ന് വെള്ളത്തിലിടുക. എന്നിട്ട് ഉച്ചയാകുമ്പോൾ അരച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ആവും. അപ്പോൾ അതേമാതിരി സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഉഴുന്നിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഉഴുന്നുവട ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാതെ ഉഴുന്ന് അരച്ചെടുക്കുക. പിന്നെ തീരെ അരയണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2-3 പ്രാവശ്യം പൾസ് റേറ്റിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഒരു തുള്ളീശ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ. ഒട്ടും തരികളൊന്നും പാടില്ല. തരികളുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നുവട ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ വളരെ സോഫ്റ്റായി നല്ല ഒട്ടും തരിയില്ലാതെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന ഒരു ടൈപ്പിൽ. കാരണം ഇതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ അത് വരത്തില്ല. കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ഈ മാവ് അരച്ചെടുക്കാൻ. എന്നാൽ മാത്രമാണ് ഉഴുന്നുവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ഉഴുന്നുവട ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റിനോ ഭംഗിയൊക്കെ വരണമെന്നില്ല. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക് ഇത് 3 ചേർത്ത് കൊടുക്കുന്നത്. വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുരുമുളക് മണി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആയാലും എടുക്കുക. സവാള എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞ് എടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോണത് കായം പൊടിയാണ്. അത് വളരെ കുറച്ച് മതി. ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കായം പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉഴുന്നിട്ട് അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അതിൻ്റെ കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഈ ചേർത്താണ് എല്ലാത്തിനകത്തും എരിവിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇഞ്ചി ആയാലും സവാള ആയാലും പച്ചമുളക് ആയാലും മുളക് പൊടി ആയാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പിന്നെ കുരുമുളക് ചേർക്കാത്തത്. കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വല്ലാണ്ട് എരിയായി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മാവ് ഇച്ചിരി ലൂസായി പോവും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് മാവ് ഒരിച്ചിരി ലൂസാവും. കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. കൂടുതൽ ചേർക്കാൻ പാടില്ല. കാരണം ഉഴുന്നുവടയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഈ മാവിനെ എന്നാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കവർ ചെയ്ത് വെക്കണം. നേരത്തെ ഉഴുന്ന് കുതിരാൻ ഇട്ടോണം തന്നെ ഒരു 5-6 മണിക്കൂർ ഇത് കവർ ചെയ്ത് വെക്കണം. ഇതൊന്ന് പൊങ്ങി വരാനും ഒന്ന് സ്റ്റിഫാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉഴുന്നുവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉഴുന്നുവടയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാ ഉഴുന്നുവടയുടെ ടേസ്റ്റ് വരണമെന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 5 മണിക്കൂറോളം വെച്ചതാണ്. ഞാൻ രാവിലെ ഉഴുന്ന് വെള്ളത്തിലിടും, ഉച്ചയ്ക്ക് ഇതേമാതിരി അരച്ച് വെക്കും. എന്നിട്ട് വൈകിട്ടാണ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയായാലും 4-5 മണിക്കൂറോളം ഇങ്ങനത്തെ മാതിരി പൊങ്ങി വരാനായിട്ട് വെക്കും. അപ്പോൾ ഞാനിതൊന്ന് കുത്തി കൊടുക്കുകയാണ്. കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഉഴുന്നൊന്ന് കുത്തി കൊടുക്കാൻ. കാരണം ഇത് ഉഴുന്നല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി പൊങ്ങാനായിട്ട് വെച്ചത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊണ്ടതാണ്. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുത്തി നോക്കുമ്പോൾ ഇതേമാതിരി ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാം മാവ് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കണം.
വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഈ മാവിൽ നിന്ന് ഒരു ഇച്ചിരിക്കോളം മാവ് എടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ മാവ് നമ്മുടെ കൈ മുട്ടിപ്പിടിക്കും. അതപ്പോൾ അത് വിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഉഴുന്നുവട ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് വരാൻ വേണ്ടിയിട്ടാണ്, കൈമൊന്ന് വിട്ട് പോകാനും കൂടി വേണ്ടിയിട്ടാണ് കൈ വെള്ളത്തിൽ മുക്കാൻ പറഞ്ഞത്. ഇതേമാതിരി അത് ബോളാക്കി എടുക്കുക. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് നിശ്ചയിക്കാം, കാരണം വലിപ്പം ചെറുതോ കൂടുതൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തോണം കൈ ഒന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് സെൻറ്ററിൽ തള്ളവിരൽ കൊണ്ട് ഓട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി നല്ല ഷേപ്പിൽ ഉഴുന്നുവട കിട്ടും. ഇനി ഇത് നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. കൈ അപ്പോഴും വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് വേണം ഇതിനകത്തുനിന്ന് ഓരോ ഉഴുന്നിൻ്റെ ബോൾസും എടുക്കാനായിട്ട്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ തള്ളവിരലുകൊണ്ട് ഒന്ന് ഓട്ടി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എണ്ണ ചൂടാക്കാനായിട്ട്. എല്ലാ ഉഴുന്നുവടയും ഇതേപോലെ തന്നെ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. പിന്നെ എണ്ണ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ ഉഴുന്നുവട ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഒന്ന് പൊന്തിച്ച് കൊടുക്കാൻ. അപ്പോൾ അത് എണ്ണയുടെ മുകളിലോട്ട് വന്ന് കിടന്നോളും. പെട്ടെന്ന് തന്നെ നിങ്ങളത് കുത്തി കൊടുക്കരുത്. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാവെല്ലാം സ്പൂൺ മോടെ നമ്മൾ കുത്തി കൊടുക്കുന്നത് എന്താണോ അത് മോടെ ഇങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഉഴുന്നുവടേൻ്റെ മുകളിലോട്ട് എണ്ണ വരാൻ വേണ്ടിയിട്ടാണ് പാത്രം ഒന്ന് ചെരിച്ച് കൊടുത്തത്. ഇനി ഇത് വേവാനായിട്ട് ഒരു ഇച്ചിരി സമയം വേണ്ടി വരും, കാരണം ലോ ഫ്ലെയിമിലാണ് തീ ഇട്ടിരിക്കുന്നത്. ഈ എണ്ണ ചൂടാക്കാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ തൊട്ട് ഇത് ലാസ്റ്റ് വരെ എണ്ണ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ബ്രൗൺ കളർ ആവും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ. പക്ഷേ ഉള്ളിൽ വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉഴുന്നല്ലേ. അപ്പോൾ അത് വെന്ത് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ചൂടാക്കാനും അതേമാതിരി തന്നെ വേവിച്ചെടുക്കാനും പറഞ്ഞത്. എങ്ങനെയാലും ഒരു 10 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ ഇത് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ, നല്ലൊരു കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറ്, ബ്രൗൺ അല്ല, ഒരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ചും കൂടി കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ എങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എണ്ണയിൽ. അപ്പോൾ നല്ല കളറാവും. ഇതിപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്, കാരണം ഇങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ കോരുന്ന സമയത്ത് വടകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് വെന്തു എന്നാണ്. പിന്നെ ഇത് ഞാൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. അപ്പോൾ ഇതിപ്പോൾ കളറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോണം, മാവ് പൊങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പിന് കിട്ടുകയും ചെയ്യും, ഹോൾ ഇടാനും പറ്റും. അപ്പോൾ ഞാനിതിന് മുന്നേ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങാൻ വെക്കാണ്ട്. അപ്പോൾ ഇത്രയും ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഉഴുന്നുവടയ്ക്ക്. ഇത് കറക്റ്റ് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കണ ഉഴുന്നുവടയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അത്രയും നാൾ നിങ്ങൾ ഉഴുന്നുവട ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മുന്നുണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.